ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. പ്രശാന്തിനൊപ്പം ബോർഡിലുണ്ടായിരുന്ന മറ്റംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതേസമയം ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചു. 2024 സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങൾ നേരിട്ട് കൊണ്ടുപോയി സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. എന്നാൽ ഈ അനുമതി പിന്നീട് തിരുത്തി. പോറ്റിക്ക് പകരം ശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയത് ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ടാണ്. ഇതിന് മതിയായ രേഖകളുണ്ടെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. എന്നാൽ പോറ്റിക്ക് സ്വാതന്ത്ര്യം നൽകിയുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യ തീരുമാനവും അത് പിന്നീട് തിരുത്താനുണ്ടായ കാരണവും SIT ചോദിച്ചറിയും. അതിനായി പ്രശാന്തിന്റെയും അന്ന് ബോർഡിലുണ്ടായിരുന്ന മറ്റംഗങ്ങളുടെയും മൊഴിയെടുക്കും. ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും SIT ചോദ്യം ചെയ്തു. ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. അതേസമയം ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന ചോദ്യവുമായി ഹൈക്കോടതി രംഗത്തെത്തി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. സ്വർണം പൊതിഞ്ഞതിന് സാക്ഷിമൊഴികൾ ഉണ്ടെന്നായിരുന്നു SITയുടെ വാദം. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളാണോ എന്നത് നിർണായക ചോദ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതിനിടെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തത്. അതേസമയം ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ പത്മകുമാർ വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.